രാഷ്ട്രീയ നിരീക്ഷകരെ ഞെട്ടിച്ചുകൊണ്ട് ആലപ്പുഴയിൽ ബി.ജെ.പി. മുന്നേറ്റം ശോഭ സുരേന്ദ്രനിലൂടെയോ? കടുത്ത മത്സരം നടക്കുന്ന ആലപ്പുഴയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മത്സരം സിറ്റിംഗ് എം.പി. ആരിഫും ബി.ജെ.പി. നേതാവ് ശോഭ സുരേന്ദ്രനും തമ്മിലാണ്. എ.ഐ.സി.സി. ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ പ്രചാരണത്തിൽ പോലും 3-ാം സ്ഥാനത്താണ്. നിലവിൽ രാജ്യസഭാ എം.പിയായ കെ.സി. വേണുഗോപാൽ മത്സരിക്കാനിറങ്ങുന്നതിൽ ആലപ്പുഴ ഡി.സി.സിക്കും കെ.പി.സി.സിക്കും താല്പര്യമുണ്ടായിരുന്നില്ല. കോൺഗ്രസ് അഖിലേന്ത്യാ പ്രസിഡന്റ് ഖാർഗെയും കെ.സി. വേണുഗോപാൽ മത്സരിക്കരുത് എന്ന നിലപാടിലായിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധിയിൽ സമ്മർദ്ദം ചെലുത്തിയാണ് അദ്ദേഹം ഇപ്പോൾ മത്സരിക്കുന്നത്. രാജ്യസഭാ സീറ്റ് നഷ്ടമാകുമല്ലോ എന്നതൊന്നും രാഹുൽ ഗാന്ധിയും പരിഗണിച്ചിട്ടില്ല. എന്നാൽ ഈ തീരുമാനത്തിൽ ക്ഷുഭിതരായിരുന്നു കേരളത്തിലെ ബഹുഭൂരിപക്ഷം കോൺഗ്രസ് നേതാക്കളും. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? തമ്പുരാൻ കൽപ്പിച്ചാൽ പിന്നെ മറുവാക്കില്ലല്ലോ. പക്ഷേ ഡൽഹിയിലെ ഫ്ളാറ്റിൽ ശയിക്കുന്ന നേതാവിന് അറിയില്ലല്ലോ കേരളത്തിൽ പോസ്റ്റർ ഒട്ടിച്ചു വളർന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം. ഭൂരിപക്ഷം പ്രവർത്തകരും പ്രചാരണത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നതാണ് കെ.സി. വേണുഗോപാലിന് തിരിച്ചടിയായിരിക്കുന്നത്. എന്നാൽ ചിട്ടയായ പ്രവർത്തനം കൊണ്ടും ചടുലമായ പ്രസംഗം കൊണ്ടും ആലപ്പുഴയിൽ താരമായിരിക്കുകയാണ് ബി.ജെ.പി. സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ. മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ള സമുദായ നേതാക്കളുടെ പിന്തുണയും ശോഭയ്ക്ക് തുണയാകുന്നുണ്ട്. ജനങ്ങളോടുള്ള വിനയത്തോടെയുള്ള സംസാരവും അവർക്ക് കരുത്താകുന്നുണ്ട്. ഇതിനിടയിൽ തന്റെ പിറന്നാൾ ദിനത്തിൽ ശോഭ നടത്തിയ വാർത്താ സമ്മേളനം ജനങ്ങൾക്കിടയിൽ ശോഭയ്ക്ക് അനുകൂലമായ തരംഗം ഉണ്ടാക്കുവാൻ കാരണമായിട്ടുണ്ട്. ഒരു ചാനലിൽ ശോഭയ്ക്ക് ജയസാധ്യതയില്ല എന്ന് പ്രചരിപ്പിക്കുകയും അവരുമായി ബന്ധപ്പെട്ടയാൾ ശോഭയെ ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശന് അനുകൂലമായി സംസാരിക്കരുതെന്നും ശോഭ 3-ാം സ്ഥാനത്താകുമെന്ന സർവേ ഉണ്ടാക്കിയത് മനഃപൂർവ്വമാണെന്നും പറഞ്ഞതായി ശോഭ വെളിപ്പെടുത്തി. ഇതോടെ മണ്ഡലത്തിൽ ശോഭയ്ക്ക് അനുകൂലമായി ഒരു തരംഗം രൂപപ്പെടുന്നതായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. LDF സ്ഥാനാർത്ഥി ആരിഫും മികച്ച പ്രചരണമാണ് നടത്തുന്നത്. അദ്ദേഹം ഒരു തീവ്ര ഇസ്ലാം നിലപാടുള്ള വ്യക്തിയാണ് എന്ന് ബി.ജെ.പി. പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കൃപാസനം അടക്കമുള്ള കത്തോലിക്ക അച്ഛന്മാരുടെ പിന്തുണയും ആരിഫിന് ഗുണം ചെയ്തേക്കാം. കടുത്ത മത്സരത്തിൽ ആര് വിജയം നേടുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ആര് ജയിച്ചാലും 10,000-ൽ താഴെയാകും ഭൂരിപക്ഷം. തോറ്റാലും കെ.സി. വേണുഗോപാൽ എം.പി. ആയി തുടരും. അപ്പോൾ എങ്ങനെയിരിക്കുന്നു?